അസ്സലാമലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് വഴുതനങ്ങ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസമായി അന്ന് സാമ്പാർ കഷ്ണം മേടിക്കുമ്പോ കുറച്ച് വഴുതനങ്ങ മേടിച്ചാ. എടാ കത്തി എടുത്തോണ്ടാ കുഞ്ഞു, കത്തി കുഞ്ഞിക്ക ഇങ്ങോട്ട് കൊണ്ടാ. അപ്പൊ കുറച്ച് വഴുതനങ്ങ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ കഷ്ണത്തിൽ ഉണ്ടായിരുന്ന കേട്ടാ, പ്രത്യേകിച്ച് വാങ്ങിയതല്ല. അപ്പൊ ഇനി അത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ഇഷമോൾക്കും ആ ചൂട്ടിനൊന്നും നോമ്പില്ലല്ലോ. അപ്പൊ അവർക്ക് ചോറിലേക്കാവും. ചോറ് ഞാൻ ഇപ്പന്നെ വെച്ചുട്ടാ. ഇനി വൈകുന്നേരത്ത് വെക്കൊന്നുമില്ല. ഇപ്പന്നെ വെച്ച് കഴിഞ്ഞാ 2 വട്ടം ചോറ് വെക്കാൻ ഗ്യാസുമില്ലല്ലേ നമ്മള് ചോറൊക്കെ വെക്കുന്നത്. അത് കാരണം 2 വട്ടം ഒന്നും ഗ്യാസ് കത്തിക്കാൻ ചോറ് വെക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു വട്ടം തന്നെ ചോറ് വെക്കുള്ളൂ. പിന്നെ ഒരു പുളിഞ്ചാറ്, നമ്മുടെ മുളകൊക്കെ കീറിയിട്ട് ഒരു പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ നോമ്പായപ്പോ ഇവിടെ ചെലവാവണുള്ളൂ കൂടുതലും. അപ്പൊ അതൊന്നും ഉണ്ടാക്കണം. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞുട്ടാ. അപ്പൊ സമയം 12:30 ആയിട്ടുള്ളൂ ഉച്ചക്ക്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പൊ ഒന്നരാടൊക്കെ തിരുമ്പുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം വലിയ കാര്യമായിട്ട് തിരുമ്പാനൊന്നും ഇല്ല. നമ്മള് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അത് യൂണിഫോം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നരാടൊക്കെ ഞാൻ തിരുമ്പാറുള്ളൂ. ഇപ്പൊ അപ്പഴേ ഉണ്ടാവണുള്ളൂ. പിന്നെ ചെളിയൊന്നുമില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ. അത് കാരണം അലക്കാനൊന്നുമില്ല. അപ്പൊ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. വാഴാനിയിലാവുമ്പോ നമുക്ക് ഇഷ്ടം പോലെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടില്. എന്താ പറയാ, അടിച്ചുവാരലും തുടക്കലും തിരുമ്പലും ചില സമയത്ത് വിറകിന് പോലും അങ്ങനെയായിട്ടുള്ള പണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വെറുതെ ഇരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരാന്ന് വിചാരിച്ചത്. വെറുതെ ഇരുന്ന സമയം കളയല്ലേ, കിട്ടിയതായില്ല. കുറെ നാളായി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഒരാള്. അപ്പൊ എന്തായാലും കേറി നോക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങാം എന്നുള്ള ലെവലിലാണ് ഞാൻ കേറിയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, അത്ര തന്നെയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് കുറെ പേര് ചോദിച്ചു, എങ്ങനെ കേറുക, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു. എന്തായാലും നോമ്പ് കഴിയട്ടെ. ഞാൻ ആഗ്രഹമുള്ളവരനൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. വേറെ സിമ്മൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങക്ക് നമ്പർ തരാം. അപ്പോ എന്താ പറയാ, നിങ്ങൾക്കും കൂടിയിട്ട് ജോയിൻ ചെയ്യാലോ. അപ്പൊ അതിനുള്ള പരിപാടി നോക്കാട്ടോ. ആഗ്രഹമുള്ളവർക്കൊക്കെ വരാൻ പറ്റും. എന്തായാലും നോമ്പും പെരുന്നാളാണ്ട് കഴിയട്ടെ. പിന്നെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേര് കേറിയിട്ടുണ്ട്. 2-3 പേര് അതിൽ കേറിയിട്ടുണ്ട്. അവർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കയറണവർക്ക് അങ്ങനെ കയറാട്ടോ. ഇമെയിൽ ID കൊടുത്തതിൽ കൂടെ കയറണമെങ്കിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരാം. അപ്പൊ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് പിന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാതിരുന്നത്. നമുക്ക് യൂട്യൂബിലൊന്നും നമ്മുടെ നമ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയാതിരുന്നത്. ഇപ്പോഴും കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, എന്താ അതിനെ കുറിച്ചൊന്നും പറയാത്തെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാ പറയാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. വഴുതനങ്ങ ഉപ്പേരി ഒന്നും അങ്ങനെ ചെലവാവോന്ന് അറിയില്ല. വഴുതനങ്ങ പൊരിച്ചാലൊക്കെ ഇഷ്ടാട്ടാ. അതിനപ്പടി കേടാ, അതിലപ്പടി പുഴുവാ. എന്താ പറയാ, വഴുതനങ്ങ നമ്മള് ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് വറക്കില്ലേ, മീനൊക്കെ വറക്കണ പോലെ, അങ്ങനൊക്കെ വറുത്ത രസാണ്. അതിലിപ്പോ അങ്ങനെയൊന്നും വറക്കണില്ല. ഞാനൊരു ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഒരു മുളക് ചാറും വെച്ചാ അവര് ചോറിനും, ഇഷമോളും ആച്ചൂട്ടനും. പിന്നെ നമുക്ക് വൈകുന്നേരം ആവുമ്പോ എന്തേലൊക്കെ ഉണ്ടാക്കാം. ഇന്ന് എന്താ ഉണ്ടാക്കാന്ന് തീരുമാനിച്ചിട്ട് എന്താ ഉണ്ടാക്കുക. കുഞ്ഞു തോർത്തും കൊണ്ട് കൊടുത്തിട്ട് ക്യാമറയുടെ ബാക്കിൽ നിൽക്കണ്ടിട്ട് കുളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അത് കാരണം അവിടെ നിക്കുക. ഇന്നെന്താ ഉണ്ടാക്കുക? ഒന്നും ഉണ്ടാക്കണ്ട, ചോറിനാ. അല്ലെങ്കിൽ പുട്ടുണ്ടാക്കിയരാ. നോമ്പ് തുടങ്ങിയതിനു ശേഷം പുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ പത്തിരി ഉണ്ടാക്കി തരുന്നില്ല പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇപ്പൊ പത്തിരി തന്നിക്കണം. പത്തിരി ഇപ്പോഴും ഫ്രിഡ്ജിൽ ഞാന് അന്ന് പരത്തിയതിന്റെ അധികമായിട്ട് എന്താ പറയാ, ഫുള്ള് ചൂടാൻ നിക്കാൻ വയ്യാത്ത കാരണം ഞാന് നമ്മുടെ ഒരു കോട്ടന്റെ തുണിയിൽ പൊതിഞ്ഞിട്ട് പത്തിരി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പത്തിരി വെക്കാന്നുണ്ടെങ്കിൽ നാശാവില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുത്തിട്ട് ചൂടാൻ പറ്റും. പത്തിരി നല്ലൊരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക. അപ്പൊ നമുക്ക് എപ്പോ വേണേലും എടുത്തിട്ട് ചുട്ടെടുക്കാട്ടോ.
നമ്മുടെ ആണോ നോടോഫി. ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. ഉപ്പേരി ഉണ്ടാക്കാം ആദ്യം. അല്ല, ആദ്യം നമുക്ക് പുളിയഞ്ചാറ് ഉണ്ടാക്കാം. പുളിയഞ്ചാറ് കേട്ടാ എല്ലാം ഇവിടെ സെറ്റപ്പ് ആക്കിട്ടാ പോയി കുളിച്ചത് കേട്ടാ. കടുക് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് വെച്ചത്. അത് കാരണം ഞാൻ ഇഷ്ടപ്പെട്ടു. എന്ത് ഈ പുളിവെള്ളം 3 ആൾക്കും ഇഷ്ടമാണ്. പൊട്ടുന്നു നമുക്ക് കുറച്ച് തക്കാളി ന്യൂട്ടോ പടക്കൊന്നുമില്ല. കഴിഞ്ഞിട്ട് ഓട്ടുന്നു. തക്കാളി ഇട്ട് കൊടുക്കാം. മുളക് സാറും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അധികമൊന്നും വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുക. ഒന്നുമില്ല കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം തൊട്ടാൽ മതി. എന്താ പറയുക, നമ്മൾ പച്ചമുളക് ഇടുന്നതല്ലേ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇത്ര ആയിട്ടാ. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചോറിൻ്റെ വെള്ളമായ കാരണം വെള്ളം ഇനി കുറച്ച് വെള്ളം എടുക്കട്ടെ കേട്ടാ. വെള്ളം നമുക്ക് ഇതിലേക്ക് കുറച്ച്. ഇതാണ് പുളിഞ്ചാറ്. പുളി വേണമെങ്കിൽ ഇത്തിരിയും കൂടി ഇതിൽ കലക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെന്താ ഉപ്പേരിക്കാൻ പറ്റിയത്? പുളി ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളച്ച് അതിലത്തെ തക്കാളിയൊക്കെ വെന്ത നമുക്ക് അടിപൊളി എന്നൊക്കെ നോക്കുന്നു. ആ സംഭവം മുളക് ഇതാക്കിയപ്പോ എല്ലാവർക്കും ചുമ ഇവിടെ. അങ്ങനെ നമ്മുടെ കറി തിളച്ചുട്ടാ. നന്നായി വെട്ടി തിളക്കിണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് ഓഫ്. വേപ്പിൻ്റെ ഇട്ടതാ കണ്ട. ഇതാണ് അംഗം. ഇത് ഇറങ്ങിയ ശമോളെ കുട്ടി പിശാച്. ശമോളെ കുട്ടി പിശാച്. അവളുടെ പല്ല് പറഞ്ഞോട്ടെ ഗൈസ്. ഇപ്പൊ വായലധികം പല്ലൊന്നുമില്ല. പല്ല് പറഞ്ഞത് വരുന്നൊക്കെ ഉണ്ട്. വേറെ പല്ല് വരുന്നുണ്ട്. അത് ഇടരുത് പറഞ്ഞു ഞാന്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരി വെക്കാച്ചിട്ടാണ്. കറക്റ്റ് പാകട്ടാ ചട്ടിയില്. കൈ പൊള്ളിച്ചു. കറക്റ്റ് പിടിക്കണ കമ്പി കാണല്ലേ കേട്ടോ. അത് എവിടെ പോയണോ? അല്ലാതെ വെച്ചിട്ട് പറ്റില്ല ഗൈസ്. എവിടെ കണ്ട്? ആ മഞ്ഞപ്പൊടി എവിടെ അടഗ്രി. നമുക്ക് ഉപ്പേരി വെക്കാം. ഉപ്പേരിക്ക് എണ്ണ ഒഴിച്ചിട്ട് സവോള എന്നിട്ടാ. ചെറുള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇന്ന് കട തുറക്കില്ല. തുറന്നുണ്ട് സമയത്ത് തുറന്നുണ്ടോ ഇല്ലല്ലോ. ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ പോയപ്പോ കണ്ടൂല്ലോ. ഞങ്ങൾ കണ്ടൂല്ലോ. എപ്പോ? തുറന്നോട്ടെ. നീ വേണ്ട. ആട് തുമ്മണ പോലെയൊക്കെ തുമ്മി. നമുക്കിതൊന്ന് വഴറ്റിയിട്ടേ കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം.
ഇന്ന് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ തലേ ദിവസം ചോറൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇല്ല ഉണ്ടായിരുന്നു. ചോറത്തിന് ആശയായി. അത് കാരണം ചോറ് വെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവർക്ക് തിളപ്പിച്ച് വെച്ചിട്ട് കൊടുക്കാറ് പതിവ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചായയുടെ കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്നൊന്നും ഇല്ല. അത് കാരണം ഞാൻ ചോറ് വെക്കാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ ഇറങ്ങിൻ്റെ ഇഷ്ടമോളെ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കണം. ഇനി ഇതിന്റെ വെള്ളം വെച്ചണ്ടേ? കുഴമ്പനായാലും രസമുണ്ടാവുള്ളൂ വഴുതനങ്ങ. നമുക്ക് വഴുതനങ്ങ പൊരിക്കായിരുന്നു. അടിയിലും 10 മണി ആയിട്ട് വന്നാൽ മുന്നേ പറയുന്നു കിട്ടു. വഴുതനങ്ങ കൊണ്ട് പൊട്ടറ്റോ അല്ലേ? വഴുതനങ്ങ പൊട്ടറ്റോ നിക്കണോക്കുമാ. ഇച്ചമോൾക്ക് അടി കിട്ടും. തന്നെ അതിന്റെ മുളകും കൂടെ ഇറങ്ങുള്ളൂ. നമുക്കത് അടച്ചിരിക്കാത്തത് വെന്തോ. മതി മതി മതി. തക്കാളിച്ചോപ്പുള്ള നിൻ കാവിളോരത്ത് നാണത്തിനുണക്കുഴിയോ. തക്കാളിച്ചോപ്പുള്ള നിൻ കാവിളോരത്ത് നാണത്തിനുണക്കുഴിയോ. നിന്നെ കുറിച്ചു ഞാൻ പാടിയാല് പുഞ്ചിരി തൂകുന്നോളേ. നിന്നെ കുറിച്ചു ഞാൻ പാടിയാല് പുഞ്ചിരി തൂകുന്നോളേ. പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ. ചെമ്പകപ്പൂമലരേ എന്റെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.